ഇന്ത്യക്ക് വീണ്ടും നേട്ടം. ഈ നേട്ടം വിവരിക്കാൻ വാക്കുകളില്ല. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ കരുത്ത് കൂടിയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. 8 മുൻ നാവികന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ പയറ്റിയ തന്ത്രം എന്തായിരുന്നു? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. സമീപകാലത്ത് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ് ഖത്തർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന 8 മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരുടെ മോചനത്തിലൂടെ സാധ്യമായിരിക്കുന്നത്. ഖത്തർ ഭരണകൂടത്തിൽ കണക്കിലേറെ സമ്മർദ്ദം ചെലുത്തി തടവുകാരുടെ മോചനം നേടിയെടുക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. 2022 ഓഗസ്റ്റ് 30-ന് ചാരവൃത്തി ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ 8 മുൻ നാവികരും അന്നു മുതൽ ജയിലിലായിരുന്നു. വിചാരണയ്ക്ക് ശേഷം കഴിഞ്ഞ ഒക്ടോബർ 26-ന് 8 പേർക്കും വധശിക്ഷയാണ് വിധിച്ചത്. പ്രധാനമന്ത്രിയുടെ നിരന്തരമായ നയതന്ത്ര ഇടപെടലുകൾ വഴി വധശിക്ഷ ഒടുവിൽ ഒഴിവാക്കപ്പെട്ടെങ്കിലും 8 പേർക്കും വിവിധ കാലയളവിലുള്ള തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടത്. 3 വർഷം മുതൽ 25 വർഷം വരെ നീളുന്നതായിരുന്നു തടവ് ശിക്ഷ. ഖത്തറിലെ തടവറയിൽ ജീവിതം ഹോമിക്കേണ്ടി വരുമായിരുന്ന മുൻ ഇന്ത്യൻ നാവികരുടെ ശിക്ഷാ ഇളവിനായി അവരുടെ ബന്ധുക്കൾ മാത്രമല്ല പൊതുസമൂഹവും നിരന്തരം ശബ്ദമുയർത്തി വരികയായിരുന്നു. ഖത്തറുമായി ഇഴയെടുപ്പമുള്ള ബന്ധം ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിലും നിയമങ്ങളുടെ കാർക്കശ്യം കാരണം തടവുകാരുടെ ശിക്ഷാ ഇളവിനുള്ള സാധ്യത കുറവായിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലാണ് ഫലം കണ്ടത്. നാവികരെ കുറ്റവിമുക്തരാക്കി നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചതിന് ഖത്തർ ഭരണാധികാരിയോട് നേരിട്ട് നന്ദി പറയാൻ മോദി ഖത്തർ സന്ദർശിച്ചിരിക്കുകയാണ്. അത്യപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് നന്ദി പറയുവാൻ വേണ്ടി മാത്രമുള്ള പ്രധാനമന്ത്രിയുടെ ഈ ഒരു യാത്ര. ജയിൽ മോചിതരായ 8 മുൻ നാവികരിൽ 7 പേരെയും തിങ്കളാഴ്ച തന്നെ നാട്ടിലെത്തിച്ചിരുന്നു. ഇവരിൽ രാകേഷ് ഗോകുമാർ എന്ന മലയാളിയും ഉൾപ്പെട്ടിരുന്നു. ഖത്തറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മുൻ നാവികർ ചാരവൃത്തിക്കാണ് അറസ്റ്റിലായതെന്ന റിപ്പോർട്ടുകൾക്കപ്പുറം കുറ്റകൃത്യത്തിൻ്റെ വിശദാംശങ്ങളോ ഓരോരുത്തരുടെയും പങ്ക് എന്തായിരുന്നെന്നോ ഉള്ള വിവരം ഇതുവരെയും ഖത്തർ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇവരുടെ മോചനം പോലും അതീവ രഹസ്യമായിട്ടാണ് നടന്നത്. ഞായറാഴ്ച രാവിലെയാണ് നാട്ടിലേക്ക് തിരിക്കാൻ തയ്യാറായിക്കൊള്ളാൻ ഇവർക്ക് നിർദ്ദേശം ലഭിച്ചത്. അകമ്പടിക്ക് ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. വിദേശ മണ്ണിൽ പല കാരണങ്ങളാൽ അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുന്ന 100 കണക്കിന് ഇന്ത്യൻ പൗരന്മാരുണ്ട്. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വെച്ചുകൊണ്ട് ഒട്ടുമിക്ക കേസുകളിലും കേന്ദ്ര സർക്കാരിന് ഇടപെടാനാവുകയുമില്ല. എന്നാൽ ചാരവൃത്തി പോലുള്ള ഗൗരവമേറിയ കുറ്റം ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെടുന്ന കേസുകൾക്ക് പിന്നിൽ ഏറെ ദുരൂഹതകളുണ്ടാകും. ഇന്ത്യൻ നാവികരുടെ ആദ്യ വിചാരണയിൽ വധശിക്ഷ തന്നെ വിധിക്കാൻ പാകത്തിൽ അതീവ ഗൗരവമേറിയ കുറ്റമാണ് അവരുടെ മേലിൽ ചാർത്തപ്പെട്ടത്. അപ്പീൽ കോടതിയാണ് വധശിക്ഷ ഒഴിവാക്കി ജയിൽ ശിക്ഷയാക്കിയത്. 18 മാസം നാവികർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ മോചനം സാധ്യമായതിൽ രാജ്യം ഒന്നടങ്കം സന്തോഷിക്കുകയാണ്. നാവികർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടത് മുതൽ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. നയതന്ത്ര തലത്തിൽ ആകാവുന്നത്ര സമ്മർദ്ദം ചെലുത്താനും അവരുടെ മോചനം ഉറപ്പാക്കുവാനും അതിനുള്ള നടപടികൾ നിരന്തരം വിലയിരുത്താനും പ്രധാനമന്ത്രി നേരിൽ താൽപ്പര്യം പുലർത്തിയിരുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിദേശങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയോ മറ്റു തരത്തിലുള്ള കഷ്ടതകൾ നേരിടുകയോ ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സഹായത്തിന് എത്തേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും അത്തരം ബാധ്യതകൾ പ്രശംസ അർഹിക്കുന്ന വിധം നിറവേറ്റപ്പെടാറുമുണ്ട്. യുദ്ധ സാഹചര്യങ്ങളിൽ കൂട്ട ഒഴിപ്പിക്കൽ വേണ്ടി വന്ന ഘട്ടങ്ങളിൽ സുദീർഘമായ നിലയിലാണ് ഇന്ത്യ സ്വന്തം പൗരന്മാരെ സഹായിക്കാൻ ഓടിയെത്തുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന വ്യക്തികളുടെ കാര്യത്തിന് എപ്പോഴും സഹായഹസ്തം നീട്ടി ചെന്നിട്ടുള്ളതിന് പുറമെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് താനും.